ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോ ഗ്ലാഡിയേറ്ററിൻ്റെ മറ്റൊരു സ്മാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ സോണി MHC-GZ99D എന്ന് പറഞ്ഞ ഓഡിയോ സിസ്റ്റത്തിന് കാണിക്കുന്ന ഒരു എറർ നമുക്കെങ്ങനെ അത് ഓപ്പൺ ചെയ്യാതെ തന്നെ, യൂണിറ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ എങ്ങനെ സ്കിപ്പ് ചെയ്ത് മാറാം എന്നുള്ളതാണ്. അതായത് കൂടുതലും മെക്കാനിക്കൽ എററാണ് ഇതിൽ വരാറുള്ളത്. ഈ മെക്കാനിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ നേരെ സ്റ്റാൻഡ് ബൈയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു സെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാലും മെക്കാനിക്കൽ എറർ എന്ന് കാണിക്കുക, വീണ്ടും സ്റ്റാൻഡ് ബൈയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ ടേപ്പ് സൈഡ് ഇത് കൂടുതലും കാണിക്കുന്നത് മെക്കാനിക്കൽ എറർ വരുന്ന ടേപ്പിൻ്റെ സൈഡിലാണ്. ഒന്നല്ലെങ്കിൽ ബെൽറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ അതിൻ്റെ സ്ലീവ് വയർ ഇഷ്യൂസൊക്കെയാണ്. നമുക്ക് ആ ടേപ്പ് തൽക്കാലം യൂസ് ചെയ്യാതെ അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാനായിട്ടുള്ളൊരു മെത്തഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ക് 3 എന്ന് പറഞ്ഞതും അതിൻ്റെ മുകളിലത്തെ ആ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ അതും തമ്മിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പവർ ബട്ടൺ ഓണാക്കുക എന്നുള്ളതാണ്. ഈ പവർ ബട്ടൺ ഓണാക്കി കഴിയുമ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞ് കൈയെടുത്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ടെമ്പററി ആയിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോകാം. ഇതൊരു ടെമ്പററി മെത്തേഡ് മാത്രമാണ്. പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇഷ്യൂ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ടെമ്പററി മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് നമ്മൾ പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു കാര്യമാണിത്. ഓക്കെ, നിങ്ങൾ വീഡിയോ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കാണുക. ഡിസ്ക് 3 ബട്ടണും അതിൻ്റെ മുകളിലുള്ള ബട്ടണും കൊണ്ട് പ്രസ് ചെയ്ത ശേഷം പവർ ബട്ടൺ ഓൺ ചെയ്യുക. ഇതാണ് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു വഴി.